ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ. അപ്പോൾ ശിവരാത്രി ദിനവിശേഷങ്ങളും അതുമാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നേരത്തോടു കൂടി എഴുന്നേറ്റിട്ടുണ്ട്. കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ എഴുന്നേറ്റത്. രാവിലെ തന്നെ സാമ്പാർ, ഇഡലി, ചോറ്, അവിലൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തോടു കൂടിയിട്ടുണ്ട് അമ്പലത്തേക്ക് പോയിട്ട് വരാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ചേട്ടനൊരു ഓട്ടം വന്നത്. അപ്പോൾ ആൾ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാമെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 10 മണി 10:30 വരെ ഞങ്ങൾ കാത്തിരുന്നു. അപ്പോഴാണ് ആൾ വിളി വരുന്നത്. ഞാനിവിടെ അമ്പലത്തിലേക്കാണ്, കുറേ അമ്പലങ്ങളൊക്കെ പോയിട്ട് നമ്മളെ ഈ ഒരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിത് ആ ചുട്ട വെയിലത്ത് നമ്മൾ അമ്പലത്തേക്ക് നടന്നു പോകണ്ട, നമ്മൾ വീണ്ടും അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ ഓട്ട ആൾക്കാരായിട്ട് വന്നതാണ് കേട്ടോ. അവരിങ്ങനെ ഇതുപോലെ കുറേ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇവരെ കൊണ്ടാക്കിയിട്ട് വേണം തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് ആ ഒരു ഫംഗ്ഷന് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ശിവരാത്രിയുടെ അന്നൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ എത്താറുണ്ട്. അപ്പോൾ നമ്മൾ ആനേനെ എഴുന്നള്ളിക്കുന്നതും കൊട്ടും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരം വൈകി കാരണം അതൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അധികം തിരക്കും ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പുറത്തേക്ക് വന്ന് ഇവിടെ എത്തിയപ്പോഴേക്കാണ് വലിയൊരു ക്യൂ ആണ് കേട്ടോ ഉള്ളിലേക്ക് കയറാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മോരും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്നദാനമൊക്കെ ഉണ്ട് അവിടെ, അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതോടെ ഒരു വഴിപാടായിട്ട് അവർ എല്ലാ വർഷവും കൊടുക്കാറുള്ളത് തന്നെയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 ആനേനെയാണ് ഇവിടെ പൂരത്തിന് എഴുന്നള്ളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ശിവരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പൂരാണ് കേട്ടോ. രാവിലെയും എഴുന്നള്ളിക്കും, അതുപോലെ തന്നെ വൈകുന്നേരം ഈ ആനകളെ എഴുന്നള്ളിച്ച് കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടെ ഇല്ലാത്ത കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല. പിന്നെ തലേ ദിവസം വരെ പിള്ളേർക്ക് പനിയും ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വാങ്ങാനായിട്ട് നിന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് ആൾ ഒരു 12 മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു പേരിടൽ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നല്ല ഞങ്ങൾ എടുത്ത ഡ്രസ്സ്. അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു അംഗങ്ങളൊക്കെ കാണിക്കുന്നത്. പേടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ, അവരെന്തെങ്കിലും പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയൊരു നേരം എന്ന് പറയുന്നത് 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ക്ഷണിച്ചവരെല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നമ്മളുടെ വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് പറയില്ലേ, എല്ലാവരും പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരും പോയി. പിന്നെ വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത്. ഇതാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പിന്നിൽ നിൽക്കുന്നതാണ് അച്ഛൻ. അപ്പോൾ അവിടെ കുട്ടീനെ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വല്യമ്മയുടെ മോളൊക്കെ കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമാണ് കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളും വന്ന പാടെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തോടു കൂടി ഞാൻ പണി കഴിച്ചത് ഇവിടേക്ക് വന്ന് കുറച്ച് നേരം ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടാക്കിയിട്ട് ഞാൻ പോരാം, പിന്നെ വൈകുന്നേരം വന്നാൽ മതി എന്നൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞായറാഴ്ച ആണല്ലോ, ഒന്ന് നമുക്ക് ഓട്ടങ്ങളൊക്കെ വരേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ചേട്ടൻ കൊണ്ടാക്കിയിട്ട് പോരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം, പിന്നെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടാമത് വരണ്ടേ. അങ്ങനെ നമ്മൾ അധികം നേരം ഒന്നും അവിടെ ഇരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മളുടെ കുട്ടിയുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവി എന്നാണ് കേട്ടോ. അപ്പോൾ പേരുടെ ചടങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനും പറ്റിയില്ല. അവരത് വീഡിയോ എടുക്കാനും മറന്നു ഇത്രയും. അപ്പോൾ അതുകൊണ്ടൊന്നും ആ ക്ലിപ്പിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല ഗംഭീര സദ്യയൊക്കെ ആയിരുന്നു. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പായസം മാത്രം എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കുടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പേരിടൽ ചടങ്ങിലെ നമ്മളുടെ മുഖ്യ താരം എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ചേച്ചിമാരും അമ്മായിയും വല്യമ്മയും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ നവദമ്പതികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഉടനെ വരുന്നതായിരിക്കും. പിന്നെ അത് അവിടെ പണിത്തിരക്കിലായിരുന്നു കേട്ടോ അവരൊക്കെ, അതായത് ചോറും കാര്യങ്ങളൊക്കെ മാറ്റുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അധികം നേരം അവിടെ ഇരുന്നില്ല, ഞങ്ങൾ പോവാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്